പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ചിറക്കര മധു. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ച് അത് ജമ്മു കാശ്മീരാണ്. ലോകത്തിലെ ഏതൊരു ടൂറിസ്റ്റിനും അവരുടെ വിനോദ സന്ദർശനം പൂർണ്ണമാകണമെങ്കിൽ ജമ്മു കാശ്മീർ കണ്ടിരിക്കണം എന്നാണ്. അത്ര മനോഹരമായ ഭൂപ്രദേശമാണ് ജമ്മു കാശ്മീർ. എന്നാൽ കഴിഞ്ഞ 10-30 വർഷങ്ങളായി ജമ്മു കാശ്മീർ ഒരു നരകഭൂമിയായിരുന്നു, നമുക്കറിയാം. എന്നാൽ അടുത്ത കാലത്ത് ഒരു 6-7 വർഷമായി ജമ്മു കാശ്മീർ അതിൻ്റെ സമാധാനത്തിലേക്ക് വരികയും അതിൻ്റെ പഴയ പ്രൗഢിയിലേക്ക് വരികയും ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ, കോടിക്കണക്കിന് ടൂറിസ്റ്റുകൾ അവിടെ സന്ദർശിക്കുകയും ചെയ്തു. നമുക്കറിയാം, നമ്മുടെ സുഹൃത്തുക്കൾ, കേരളത്തിൽ നിന്നുള്ള സുഹൃത്തുക്കൾ പോലും എത്രയെങ്കിലും ആയിരക്കണക്കിന് ആളുകൾ ജമ്മു കാശ്മീരിൽ പോവുകയും അതിൻ്റെ മനോഹാരിതയെക്കുറിച്ച് നമ്മളോട് പറയുകയും ചെയ്തു. അവിടെയാണ് കഴിഞ്ഞ മാസം ഏപ്രിൽ 21 വളരെ അപ്രതീക്ഷിതമായി ഒരു ഭീകരമായ, ഭയാനകമായ ഒരു സംഭവം നടന്നത്. തൻ്റെ സമ്പാദ്യമൊക്കെ കൂട്ടിവെച്ച് ജമ്മു കാശ്മീർ കാണാൻ വന്ന ടൂറിസ്റ്റുകളിൽ 26 പേരെ നിഷ്കരുണം ഭീകരന്മാർ വെടിയുതിർത്തു കൊന്നു. ഇന്ത്യയുടെ മനസാക്ഷിയെ, ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ഈ സംഭവം ഇന്ത്യക്കേറ്റ ഒരു വലിയ സങ്കടകരമായ പ്രഹരമായിരുന്നു. എന്നാൽ അന്ന് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു, ഇത് നാം പ്രതികാരം ചെയ്തിരിക്കും. പാകിസ്ഥാനിൽ പരിശീലനം കൊടുത്ത് ഊട്ടി വളർത്തിയ ഭീകരവാദികളാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. ഇത് പാകിസ്ഥാനെ അറിയിച്ചിട്ട് അവർ അതിന് അല്പം പോലും വില കൊടുക്കാത്ത സാഹചര്യമുണ്ടായി. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നാം അവരുടെ മേൽ ചെലുത്തി. ജലം തടയുന്നതും വ്യാപാര ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതുമായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്തെങ്കിലും അവർ അതിനൊന്നും വഴങ്ങാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ സ്ത്രീകളുടെ സിന്ദൂരം മാച്ച, നമ്മുടെ 26 ജീവനുകളെടുത്ത അവർക്കെതിരായി അപ്രതീക്ഷിതമായി 3 ദിവസം മുമ്പ് ഇന്ത്യ തിരിച്ചടിച്ചത്. എന്നാൽ ഭീകര ക്യാമ്പുകൾ മാത്രം ലക്ഷ്യം വെച്ച് 9 ഇടങ്ങളിൽ നാം ആക്രമിക്കുകയും 100ഓളം ഭീകരരെ നാം വകവരുത്തുകയും ചെയ്തു. നമ്മുടെ ആക്രമണത്തെ ചെറുക്കാൻ ഒരു ചെറുവിരൽ അനക്കാൻ പോലും പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. അത് കഴിഞ്ഞ് നാം മറ്റു യുദ്ധങ്ങൾക്ക് പോയില്ല. സാധാരണക്കാരെയോ പട്ടാളക്കാരെയോ ആക്രമിക്കുന്നിടത്ത് നാം പോയില്ല. വളരെ പ്രിസിഷൻ, കൃത്യതയാർന്ന ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. എന്നാൽ ഇതേ തുടർന്ന് പാകിസ്ഥാൻ ചെയ്തതോ ഭീരുത്വമാർന്ന സമീപനമാണ് അവർ സ്വീകരിച്ചത്. സിവിലിയന്മാരായിട്ടുള്ള സാധാരണക്കാർക്കെതിരെ ഷെല്ലുകളും പീരങ്കികളും വർഷിക്കുകയാണ് അവർ ചെയ്തത്. ഇതിനും ഇന്ത്യ പ്രതികരിച്ചില്ല. എന്നാൽ അതിനെ തുടർന്ന് 15 ഇന്ത്യൻ പട്ടണങ്ങൾക്ക് നേർക്ക് മിസൈലുകൾ വീഴ്ത്താനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തുകയും അതിനെ അവരുടെ മണ്ണിൽ വെച്ച് തന്നെ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം, വ്യോമ പ്രതിരോധ സംവിധാനം വഴി നാം തകർത്തെറിയുകയും ചെയ്തു. ഇത്രയുമായ സ്ഥിതിക്ക് ഇന്ത്യ തിരിച്ചടിക്ക് തുനിഞ്ഞു. പാകിസ്ഥാനിലെ പ്രധാന പട്ടണങ്ങൾ, ലാഹോറും കറാച്ചിയും ഉൾപ്പെടെയുള്ള പ്രധാന പട്ടണങ്ങൾ നമ്മുടെ മിസൈലുകൾക്കും ഡ്രോണുകൾക്കും ഇരയായി. അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം പാടെ തകർത്തെറിഞ്ഞു. എന്നിട്ടും നമ്മൾ പട്ടാളക്കാരെയോ സിവിലിയന്മാരെയോ ആക്രമിച്ചില്ല. എന്നാൽ ഇന്നലെ രാത്രി നടന്ന സംഭവം നമ്മെ വലിയൊരു യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 50ഓളം ഡ്രോണുകൾ ഇന്ത്യയിലെ വിവിധ പട്ടണങ്ങളിലേക്ക് അയക്കുകയും നാം അതിനെ തകർത്തെറിയുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ നമ്മുടെ അയൽ രാജ്യവുമായി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത്. നമുക്ക് സാധാരണക്കാരായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? നമുക്ക് നമ്മുടെ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുക, എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കുക, സൈന്യത്തെ പിന്തുണയ്ക്കുക, സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് മാത്രമേ നമുക്ക് സാധാരണക്കാർക്ക് ചെയ്യാൻ കഴിയൂ. എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു, നമ്മുടെ സേനയ്ക്കും നമ്മുടെ സൈനികർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.